ഗുജറാത്തിലെ ബിൽഗിസ് ബാനു കേസിലെ 11 പ്രതികളെ ഗുജറാത്ത് ഗവൺമെൻറ് 10-12 വർഷം കഴിഞ്ഞപ്പോൾ തടവ് ശിക്ഷയിൽ നിന്ന് മോചനം കൊടുത്തു. ഇന്ന് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് നാഗരത്ന ഗുജറാത്ത് ഗവൺമെൻറ് നടപടി റദ്ദ് ചെയ്തു. ജീവപര്യന്തം തടവ് അനുഭവിച്ചുകൊണ്ടിരുന്ന 11 പേര് തിരിച്ച് ജയിലിലേക്ക് പോകണം എന്ന് വിധി വന്നു. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ഇതുപോലെയുള്ള സുപ്രധാനമായ പല വിധികളും നമ്മൾ കേട്ടു. ഇപ്പോഴത്തെ ഈ വിധി അത് തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നതാണ്. കാരണം അതിനകത്ത് ഇന്ത്യയിലെ ചില സോഷ്യൽ വർക്കിൻ്റെ വനിതകൾ ബിൽക്കിസ് ബാനുവിന് അവർക്ക് നീതി ലഭിച്ചില്ല, അവരുടെ വിഷമതകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിക്കുന്ന മനോവേദന, കാരണം പ്രതികളെ വളരെ നിസ്സാരമായി ജയിലിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അത് ചോദ്യം ചെയ്തുകൊണ്ട് ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, നമ്മുടെ കേരളത്തിലുള്ള അജിത ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിമൻ സോഷ്യൽ വർക്കേഴ്സ് ബിൽക്കിസ് ബാനു വേണ്ടി സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത പരാതിയിലാണ് ഇന്ന് തീർപ്പ് വന്നത്. നമുക്കറിയാം 2002 ഗുജറാത്ത് കലാപം, ഗോത്ര ട്രെയിനിൽ തീവച്ച് 59 കർഷകർ അന്ന് മരണമടഞ്ഞു. അതിന് 2 ദിവസം കഴിഞ്ഞപ്പോൾ വഡോദരയിലെ ബെസ്റ്റ് ബേക്കറിയിൽ അതിൻ്റെ പരിസരം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ട് നീക്കം വന്നപ്പം ന്യൂനപക്ഷങ്ങൾ വളരെയധികം ആൾക്കാർ ഓടി ബെസ്റ്റ് ബേക്കറിക്കകത്ത് രക്ഷപ്രാപിച്ചു. 1000-ഓളം വരുന്ന ജനക്കൂട്ടം അവരെ ആക്രമിച്ചു. ബിൽക്കിസ് ബാനു അന്ന് വളരെ ചെറുപ്പക്കാരിയാണ്. അവരെ പലരും മാനഭംഗം ചെയ്തു. അവരുടെ വീട്ടിലുണ്ടായിരുന്ന 7 പേരുൾപ്പെടെ 14 പേരെ അവിടെ കൊലപ്പെടുത്തി. ഇതിനെതിരായിട്ട് ഗുജറാത്ത് സർക്കാർ കേസ് രജിസ്റ്റർ ചെയ്തു. 2003 ഈ കേസിലെ പ്രതികളെയെല്ലാം വിട്ടയച്ചു. ഇതിനെതിരായി സുപ്രീം കോടതിയിൽ പോയി. ആ സുപ്രീം കോടതിയിൽ പോയപ്പോൾ ബിൽക്കിസ് ബാനുവിന് അനുകൂലമായ വിധി വന്നു. ഗുജറാത്ത് സർക്കാരിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോടതികളിൽ മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും കോടതികളിൽ ട്രയൽ നടത്തണം എന്നുള്ള അവരുടെ അപേക്ഷ, ബിൽക്കിസ് ബാനുവിൻ്റെ അപേക്ഷ. അവരും വളരെയധികം പേര് അവരെ റേപ്പ് ചെയ്ത് അവർ സർവൈവ് ചെയ്ത സ്ത്രീയാണ്. അവരുടെ കുടുംബത്തിലുള്ള 7 പേരോളം കൊന്നു. അവിടെ അഭയം പ്രാപിച്ച മൊത്തം 14 പേരെ അവിടെ വെട്ടി നുറുക്കി ജനക്കൂട്ടം. ഏതായാലും ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ അതിൻ്റെ ട്രയൽ നടന്നു. ആ ട്രയലിന് 11 പേരെ ശിക്ഷിച്ചു, ജീവപര്യന്തം തടവ്. ആ 11 പേര് 2008 ജീവപര്യന്തം തടവ് അനുഭവിക്കാൻ പോയി. അവർ സർക്കാരിൻ്റെ ഗുജറാത്ത് ജയിലിലാണ് കിടന്നത്. ഗുജറാത്ത് സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നേടി. ഇന്നേക്ക് ഏകദേശം 15 വർഷത്തോളം ജയിലിൽ കിടന്നതായിട്ടാണ് നമ്മൾ കരുതുന്നത്. എങ്കിലും ഭൂരിപക്ഷ സമയത്തും അവർക്ക് ജയിലിൽ നിന്ന് പുറത്ത് പരോളിൽ പോകാൻ സാധിച്ചു. അവർ നാടുനീളെ നിരന്നു നടന്നു. ബിൽക്കിസ് ബാനും അതുപോലെയുള്ള അവർക്ക് വളരെ മാനസിക സംഘർഷം ഉണ്ടായ സംഭവമാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെയ്ത അഹീന പ്രവൃത്തിയിലാണ് കോടതി ബോധ്യം വന്ന് ആ എവിഡൻസ് വെച്ചിട്ടാണ് അവരെ ശിക്ഷിച്ചത്. വധശിക്ഷയ്ക്ക് വിധേയമാക്കേണ്ടവരായിരുന്നു, പക്ഷേ ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. മരണം വരെ തടവിൽ കിടന്നേ പറ്റുള്ളൂ. ഏകദേശം 15 വർഷത്തോളം ആ സംഭവ ശിക്ഷ കഴിഞ്ഞു പോയെങ്കിലും അതിൽ ഏകദേശം 7-8 വർഷം വെളിയിലാണ് അവർ പരോളിൽ പോയി. അവരവരുടെ വീടുകളിലും പല സ്ഥലങ്ങളിലും അവിടുത്തെ ഗുജറാത്ത് സർക്കാരിൻ്റെ കീഴിലുള്ള BJPയുടെ പല അവിടുത്തെ മീറ്റിങ്ങുകളിലും ഇവർ പങ്കെടുത്തു. അതെല്ലാം വളരെയധികം വേദന ന്യൂനപക്ഷങ്ങൾക്കുണ്ടായി. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഇപ്പോഴത്തെ വിധി തീർച്ചയായിട്ടും
ആ ബിൽക്കിസ് ബാനു അർഹതപ്പെട്ടതാണ്. അവരുടെ ബെസ്റ്റ് ബേക്കറി ആളിലാണ് ഈ കൊലപാതകങ്ങൾ അരങ്ങേറിയത്. ഏതായാലും ജസ്റ്റിസ് നാഗരത്ന കൃത്യമായിട്ട് പറഞ്ഞു, ബോംബെ ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികളെ അവരെ പരോളിൽ വിടാനോ അല്ലെന്നുണ്ടെങ്കിൽ അവരെ റിലീസ് ചെയ്യാനോ ശിക്ഷയിൽ നിന്ന് വിമുക്തമാക്കി വിടാനോ ഒന്നും ഗുജറാത്ത് ഗവൺമെൻറ്റിന് അധികാരമില്ല, അവകാശമില്ല. അത് ചെയ്യേണ്ടത് ചെയ്യുന്നെങ്കിൽ, അത് ചെയ്യാൻ എന്തെങ്കിലും ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിന് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ശിക്ഷിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവിടുത്തെ ഹൈക്കോടതിക്ക് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി അവരുടെ 11 പേരുടെയും അവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഗവൺമെൻറ് എടുത്ത ഉത്തരവ് ക്യാൻസൽ ചെയ്തു. അവർ മടങ്ങി ജയിലിലോട്ട് പോകണം. അവരുടെ മരണം വരെ അവർ തീർച്ചയായിട്ടും ജയിലിൽ കിടക്കേണ്ടി വരും. 11 പേരും അവരെ കോടതിയിൽ നിന്ന് വാറണ്ട് കൊടുത്ത് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വിധി നമുക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ അത് വളരെയധികം ആൾക്കാർക്ക് ഇന്ത്യയിൽ ഇതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പലർക്കും നീതി ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായ ഗോദ്ര ട്രെയിൻ കത്തിക്കലും അതുപോലെ തന്നെ ബിൽക്കിസ് ബാനുവിൻ്റെ ബെസ്റ്റ് ബേക്കറി സംഭവങ്ങളും എല്ലാം ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കേസുകളാണ്. അതിനെന്തായാലും സുപ്രീം കോടതി കൃത്യമായ ഒരു വിധി ഇന്ന് നടപ്പാക്കി. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് ആ വിധി വന്നത്. അത് ഒരു ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവർ ട്രയൽ നടത്തി ശിക്ഷിച്ചത് ഗുജറാത്തിലല്ല, അത് മഹാരാഷ്ട്രയിലാണ്. പക്ഷേ സംഭവം നടന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. ഇനി അതിനും അപ്പീലിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഭരണഘടനാ ബെഞ്ചിനോ ഡിവിഷൻ ബെഞ്ചിനോ സുപ്രീം കോടതിയിൽ ചിലപ്പോൾ ഇത് പരിഗണിക്കാൻ വീണ്ടും വന്നേക്കാം. പക്ഷേ ഇപ്പോൾ തന്നെ അവർ 11 പേരും അവർക്ക് വാറണ്ട് പുറപ്പെടുവിച്ച് അവരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ടതായി വരും ഈ ഉത്തരവ് മുഖേന. അതിനുശേഷം ഇതിനകത്ത് അപ്പീൽ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പീൽ കൊടുക്കാം. അത് സുപ്രീം കോടതി അത് തള്ളുമോ അത് ഉൾക്കൊള്ളുമോ ഇല്ലോ നമുക്കറിയില്ല. പക്ഷേ സുപ്രീം കോടതിയെ നേരത്തെ ഈ പ്രതികളിൽ ഒരാൾ പോയി ആ സുപ്രീം കോടതിയിലെ ഒരു ബെഞ്ചിൽ നിന്ന് ഇത് അവരുടെ ജീവപര്യന്തം തടവിൻ്റെ കാര്യം പരിഗണിക്കണം, അത് ആ വ്യക്തിയുടെ താല്പര്യങ്ങളും ആ വ്യക്തിയുടെ ഗ്രൗണ്ടും വെച്ചിട്ട് പോയതാണ്, അത് പരിഗണിക്കാൻ പറഞ്ഞൊരു ഓർഡർ ഇട്ടു. പക്ഷേ ആ വ്യക്തി ഒരാൾ പോയതിന് ബാക്കി 11 പേരും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് 11 പേരും കുറ്റവിമുക്തരായി ജയിലിൽ നിന്ന് പോയി എന്നാണ് മനസ്സിലാകുന്നത്. കോടതിയെ ചീറ്റ് ചെയ്തു, കോടതിയെ പറ്റിച്ചിട്ടാണ് അല്ലെങ്കിൽ കോടതിയുടെ വിധിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അങ്ങനെ അവർ ഗവൺമെൻറ്റിൽ നിന്ന് ഇതുപോലെയുള്ളൊരു ഓർഡർ വാങ്ങിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും അതേപ്പറ്റിയൊക്കെ ഇനി അന്വേഷണം ചിലപ്പോൾ ഉണ്ടാകാം. എന്തായാലും ഉടൻ തന്നെ ഈ 11 പ്രതികളും തിരിച്ച് ജയിലിലേക്ക് മടങ്ങണം.